ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. തട്ടിലെണ്ണും കിട്ടി കോടതിയുടെ തട്ട്. തട്ടിലെണ്ണും കിട്ടി കോടതിയുടെ തട്ട്. 2025 ജൂലൈ 31 സഭാ കോടതി സ്പെഷ്യൽ ട്രിബ്യൂണൽ പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിൽ പാമ്പ്ളാനി പിതാവ് അധികാരം ദുർവിനിയോഗം ചെയ്തു, ഇല്ലാത്ത അധികാരം പ്രയോഗിച്ചു, അഴിമതിക്കാരനെ സംരക്ഷിക്കുന്നു, കാനൺ നിയമം കാറ്റിൽ പറത്തി, അങ്ങനെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വേറെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. മണവാളന്, ഫാദർ വർഗീസ് മണവാളന് ബസലിക്കുന്ന പണം കട്ടെടുക്കുന്നു, നിയമലംഘനം നടത്തി, അനുസരണക്കേട് കാണിച്ചു, വൈദികരെ കൃത്യനിർവഹണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു അല്ലെങ്കിൽ തടസ്സമുണ്ടാക്കി, കുമ്പസാരം കേൾക്കാൻ അർഹതയില്ലാത്ത യോഗ്യതയില്ലാത്ത കുമ്പസാരം കേട്ടു, അങ്ങനെ ഗൗരവമായി തെറ്റ് ചെയ്തു. ഇങ്ങനെ നിരവധിയായ പാപങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ടും ഒത്താശ ചെയ്തു കൊടുത്ത് പാമ്പ്ളാനി പിതാവാണ് അതിന്. പാമ്പ്ളാനി പിതാവിനെതിരെ ഒരു നടപടിയും എടുക്കാത്ത മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിനെതിരെയും കോടതി ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പാമ്പ്ളാനിക്കെതിരെയുള്ള കോടതി വിധിയിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെതിരെയും പരാമർശമുണ്ട്. സസ്പെൻഷൻ വഴി നിർബന്ധിത അവധിയിൽ കഴിയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മെഡിക്കൽ ലീവ് കൊടുക്കാൻ കഴിയുക? പാമ്പ്ളാനിക്ക് സസ്പെൻഷൻ വഴി നിർബന്ധിത അവധിയിലാണ് മണവാളൻ. അങ്ങനെ നിർബന്ധിത അവധിയിൽ കഴിയുന്ന ആൾക്ക് മെഡിക്കൽ ലീവ് കൊടുക്കുക പാമ്പ്ളാനി. ഇതാണ് പാമ്പ്ളാനി ചെയ്തത്. അപ്പം ഇങ്ങനെ അനധികൃതമായി ലീവ് അനുവദിക്കുക. സസ്പെൻഷനിൽ കഴിയാണ്, അയാൾക്ക് മെഡിക്കൽ ലീവ് അനുവദിക്കുക. ഇതൊക്കെ ലോകത്തെ നാട്ടുനടപ്പുള്ള കാര്യങ്ങളാണോ? അധികാരത്തിനും അതീതമായ കാര്യങ്ങൾ ചെയ്യുക, ദുർവിനിയോഗം ചെയ്യുക, ഇതെല്ലാം കണ്ടും കേട്ടും തട്ടിൽ പിതാവ് ഇങ്ങനെ ഇരിക്കുക. അദ്ദേഹത്തിന് വികാരി മെത്രാപ്പോലത്തെ മാത്രമല്ലേ പാമ്പ്ളാനി. ഒരു പ്രോട്ടോസിഞ്ചലിസന്റെ അധികാരമേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പാമ്പ്ളാനി പിതാവിനുള്ളൂ. മേജർ ആർച്ച് ബിഷപ്പാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിയമാനുസൃത അധികാരി. തനിക്ക് കീഴിലുള്ള ഈ വികാരി മെത്രാപ്പോലിത്ത ഇതുപോലെ പണം കട്ടെടുക്കുന്ന ആളെ സഹായിക്കുക, നിയമലംഘനം നടത്തുന്ന ആളെ സഹായിക്കുക, അനുസരണക്കേട് നടത്തുന്ന ആളെ സഹായിക്കുക, അദ്ദേഹത്തിന് സസ്പെൻഷനിലായിരിക്കുമ്പോൾ മെഡിക്കൽ ലീവ് കൊടുക്കുക, അതിന് ഒത്താശ ചെയ്യുക. പിന്നെ മുമ്പത്തെ വിധിയിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. നിയമാനുസൃതമല്ലാത്ത സമിതികൾ വിളിച്ചു കൂട്ടുക. ഇതെല്ലാം തട്ടിൽ പിതാവിനെതിരെ റോമായിൽ പരാതി പോയിട്ടുള്ള കാര്യം എനിക്ക് നേരിട്ടറിയാം. അവർ റോമിൽ നടപടികൾ എപ്പോഴും വരുന്ന കാര്യം കണ്ടറിയാം. അപ്പോൾ ഇങ്ങനെ തൻ്റെ കീഴിലുള്ള വികാരി മെത്രാപ്പോലീത്ത പാമ്പ്ളാനി പിതാവ് ഈ ഏകഛത്രാധിപതികളെ പോലെ എന്താ പറയുക, ഡിക്റ്റേറ്റേഴ്സിനോ ഏകഛത്രാധിപതികൾ, സ്വേച്ഛാധിപതികൾ, അവരെ പോലെ ഇങ്ങനെ അഴിഞ്ഞാടുമ്പോൾ ഈ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് എവിടെ നോക്കി ഇരിക്കുകയായിരുന്നു എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. മേജർ ആർച്ച് ബിഷപ്പ് എന്താണ് തന്റെ ഉത്തരവാദിത്തം നിറവേറ്റാത്തത്? എന്താ അദ്ദേഹത്തിന് മനസ്സിലാകാത്തത്? വികാരി മെത്രാപ്പോലീത്ത നിയന്ത്രിക്കണമെന്നും അദ്ദേഹത്തെ മോണിറ്റർ ചെയ്യണമെന്നും അതിരൂപതയുടെ പ്രോട്ടോസെഞ്ചലിസം മാത്രമാണ് വികാരി മെത്രാപ്പോലീത്ത പാമ്പ്ളാനി പിതാവെന്നും കോടതി വിധിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വികാരിയുടെ പ്രവൃത്തികൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് ഉത്തരവാദിയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ആവർത്തിക്കുകയാണ്. ഈ താൻ എന്ത് ചെയ്താലും അതിൻ്റെ ഭാരമെല്ലാം മേജർ ആർച്ച് ബിഷപ്പിലാണ് വന്നു ചേരുക, തൻ്റെ മേൽ വീടുകയില്ല എന്നൊരു അഹങ്കാരം, ധാർഷ്ട്യം, അത് മനസ്സിലിട്ടുകൊണ്ടാണ് പാമ്പ്ളാനി പിതാവ് ഈ തോന്നിയാസങ്ങളൊക്കെ ചെയ്യുന്നത്. സഭയുടെ സകല നിയമങ്ങളും കാറ്റിൽ പറത്തുന്നത്. താൻ എന്ത് ചെയ്താലും തനിക്കല്ല ഉത്തരവാദിത്തം വരിക, അത് മുഴുവൻ തട്ടിൽ പിതാവിനാണ് വരിക എന്ന് പാമ്പ്ളാനി പിതാവ് വിചാരിക്കുന്നു. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമോ വെളിവോ ഒരു പക്ഷേ തട്ടിൽ പിതാവിന് ഉണ്ടാകില്ല. അല്ലെങ്കിൽ ഇങ്ങനെ അഴിഞ്ഞാടാനായിട്ട് അനുവദിക്കുമോ? ആരെങ്കിലും തൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനോ തൻ്റെ കീഴിലുള്ള ഒരു അധികാരിയോ ഇതുപോലെ സകല നിയമങ്ങളും കാറ്റിൽ പറത്തുക, സകല നിയമലംഘനങ്ങൾക്കും കൂട്ടുനിൽക്കുക, സകല അഴിമതിക്കും കൂട്ടുനിൽക്കുക, അത് നിയന്ത്രിക്കില്ലേ? ഒന്നുകിൽ തട്ടിൽ പിതാവ് ഇതൊന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നതിനാൽ പാമ്പ്ളാനി പിതാവിനേക്കാൾ കുറ്റക്കാരനാണ് തട്ടിൽ പിതാവ്. ശരിക്ക് ഇപ്പൊ ചെയ്യേണ്ടത്, ഒരല്പം സഭയുടെ നന്മ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരല്പം നന്മ ശേഷിക്കുന്നെങ്കിൽ തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും രാജിവെച്ച് മാതൃക കാണിക്കുകയാണ് വേണ്ടത്. ഇതുവരെ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് പ്രാർത്ഥനയും ഉപവാസം വരെ കഴിയുകയാണ് വേണ്ടത്. എങ്കിലേ
സഭയ്ക്ക് ഉണ്ടായ ഈ മുറിവ്, സഭയ്ക്ക് ഏറ്റിരിക്കുന്ന ഈ ആഘാതം അത് അല്പമെങ്കിലും കുറയ്ക്കാൻ കഴിയും. ഇത് ലോകത്തുള്ള സകല മനുഷ്യരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പറയണേ. ഇപ്പം ഈ മെത്രാൻ സെനറ്റ് വരുന്നു, ഓഗസ്റ്റിൽ മെത്രാൻ സെനറ്റ് വരികയല്ലേ. മെത്രാന്മാർ ഇക്കാര്യങ്ങൾ ഗൗരവത്തോടെ പരിഗണിക്കുന്നില്ലെങ്കിൽ, ഇപ്പം ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ, ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? ഇതൊക്കെയാണ് നിയമങ്ങൾ, ഇങ്ങനെയാണ് കത്തോലിക്ക സഭയിൽ വേണ്ടത്. ഇപ്പം എറണാകുളത്ത് കാട്ടിക്കൂട്ടിയിരിക്കുന്ന മുഴുവൻ കാനൻ നിയമങ്ങൾക്കും കത്തോലിക്ക സഭയ്ക്കും വിരുദ്ധമായ കാര്യങ്ങളാണ്. നിങ്ങൾ നേരെ വഴിക്ക് പോകുന്നില്ലെങ്കിൽ, അതായത് നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നില്ലെങ്കിൽ, റോമിൽ നിന്ന് വരുന്ന ഉത്തരവുകളൊക്കെ നിങ്ങൾ പൂഴ്ത്തിവെക്കുകയോ അതിന് അവിടെ ഇവിടെയും തൊടാത്ത ചില മറുപടികൾ കൊടുക്കുകയോ ചെയ്താൽ ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, എറണാകുളം അങ്കമാലി അതിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ അവിടെ എത്തിക്കേണ്ടത് എത്തിക്കും. ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരല്പം സ്ലോ ആയിരിക്കും കാര്യങ്ങൾ, കാരണം നിങ്ങളാണ് ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യുന്നില്ല. ഞാൻ മെത്രാൻ സിനഡിനോടാണ് പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യാതെ വരുമ്പോൾ ഞങ്ങൾ പാവപ്പെട്ടവർ, ഞങ്ങൾ ചെയ്യേണ്ടി വരും. ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് കാര്യങ്ങളില്ല, ഔദ്യോഗിക ചാനലുകളില്ല. ഞങ്ങൾ പറയുന്നതിന് നിങ്ങൾ പറയുന്നത്രയും വിലയുണ്ടാകില്ല റോമിൽ ചിലപ്പോൾ, പക്ഷേ ഞങ്ങളത് അറിയിച്ചു കൊണ്ടിരിക്കും. ഇനി ആ അറിയിപ്പ് തന്നെയല്ല, ഞങ്ങളെല്ലാവരും ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും തപസ്സെടുക്കുകയും ചെയ്യുന്നത് സഭയിൽ നീതിയും ന്യായവും സത്യവും പുലരാൻ വേണ്ടിയാണ്. മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത കുർബാന നടപ്പാക്കാൻ വേണ്ടിയാണ്. അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ഞങ്ങൾ കർത്താവിൻ്റെ കൂടെയാണ്, ഞങ്ങൾ കർത്താവിൻ്റെ സഭയുടെ കൂടെയാണ്. അതിനാൽ മെത്രാൻ സിനഡിലെ മെത്രാന്മാരെ, നിങ്ങൾ ഗൗരവത്തോടെ വേണം ഈ മെത്രാൻ സിനഡിനെ സമീപിക്കാൻ. ഇവിടെ തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മകൾക്ക് നിങ്ങളൊരു പരിഹാരമാർഗം കണ്ടെത്തിയില്ലെങ്കിൽ, ശക്തമായ നടപടികളുമായി നിങ്ങൾ മുന്നോട്ട് പോരുന്നില്ലെങ്കിൽ, അങ്ങനെ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ പതുങ്ങിക്കിടക്കുകയാണെന്ന് നിങ്ങൾ കരുതരുത്. ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെയാണ്, നിങ്ങൾ സഭയുടെ കൂടെയാണ്, മാർപ്പാപ്പയുടെ കൂടെയാണെങ്കിൽ. അതല്ല, ഞങ്ങൾ സൂയിയൂരി സഭയാണ്, സ്വയാധികാര സഭയാണ്, വ്യക്തിഗത സഭയാണ് എന്നെല്ലാം മാർപ്പാപ്പയെയും പിന്നെ പരിശുദ്ധ സിംഹാസനത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരൊന്നും ഇടപെടുകയില്ല, എല്ലാ അധികാരം ഞങ്ങൾക്കാണ് എന്നുള്ള അഹങ്കാരത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, ഈ സ്വയാധികാര സഭയുടെ സ്വയം അധികാരം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ ഞങ്ങൾ പരിശ്രമിക്കും. എന്ത് തെമ്മാടിത്തരവും, എന്ത് അന്യായവും, എന്ത് അനീതിയും ചെയ്യാനുള്ള ഒരു സ്വയാധികാര സഭയല്ല കത്തോലിക്ക സഭയിൽ സ്വയാധികാര സഭ. സ്വയാധികാര സഭയാണ്. അത് അന്യായം ചെയ്യാനല്ല, അനീതി ചെയ്യാനല്ല, അസത്യത്തിന് കൂട്ടുനിൽക്കാനല്ല, അഴിമതിക്ക് കൂട്ടുനിൽക്കാനല്ല, നിയമലംഘനം പ്രോത്സാഹിപ്പിക്കാനല്ല, അനുസരണക്കേട് പ്രോത്സാഹിപ്പിക്കാനല്ല. അതിനാൽ ഈ സിനഡ്, ഈ മെത്രാൻ സിനഡ് കൃത്യമായ ഫോർമുലയും കൃത്യമായ ആളുകളുമായിട്ടല്ല മുന്നോട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന അപ്പുറത്തായിരിക്കും ഞങ്ങളുടെ പ്രതികരണമെന്ന് ഒരു സ്നേഹബുദ്ധിയെ പറയാണ്. ഇത് ഭീഷണിയോ ഒന്നുമല്ല, ഞങ്ങളുടെ വേദനയാണ് പറയുന്നത്. ഞങ്ങളുടെ വേദന തിരിച്ചറിയാതെ 10-15 കൊല്ലം എറണാകുളത്ത് ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് കരുതിയാൽ ഞാൻ സഭയിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ പറയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പും താക്കീതും നൽകും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.